ലോകമെമ്പാടും എണ്ണവില ഉയരും, ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതമുണ്ടാകും. ഇത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് കൊടുത്ത ഒരു മുന്നറിയിപ്പാണ്. ഇപ്പോഴിതാ റഷ്യൻ എണ്ണ കമ്പനികൾക്കെതിരായിട്ടുള്ള US ഉപരോധങ്ങളോടുള്ള പുടിൻ്റെ പ്രതികരണമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. റഷ്യയിലെ ഏറ്റവും വലിയ രണ്ട് എണ്ണ കമ്പനികളായിട്ടുള്ള നോസ്നെഫ്റ്റിനും ലുക്കായിലിനും എതിരായിട്ടുള്ള US പ്രസിഡന്റിൻ്റെ ഉപരോധങ്ങളോട് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇങ്ങനെയായിരുന്നു പ്രതികരിച്ചത്. നമ്മുടെ എണ്ണ കമ്പനികൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തീരുമാനം റഷ്യയിൽ മാത്രമല്ല US-ലും ലോകമെമ്പാടും എണ്ണ വില വർദ്ധിപ്പിക്കും എന്ന് പുടിൻ പറഞ്ഞു. ഇതോടൊപ്പം അമേരിക്കയിൽ മിസൈൽ ആക്രമണത്തെക്കുറിച്ചും പുടിൻ പരാമർശിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഉപരോധം മൂലം എണ്ണ വില ഉയർന്നാൽ അതിൽ ഞങ്ങൾ ഉത്തരവാദികളാകില്ല എന്നും പുടിൻ പറയുന്നുണ്ട്. റഷ്യൻ എണ്ണ കമ്പനികൾക്കെതിരായിട്ടുള്ള ഉപരോധത്തെക്കുറിച്ച് US പ്രസിഡന്റ് ഞങ്ങളുടെ രണ്ട് എണ്ണ കമ്പനികൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വിതരണം കുറയ്ക്കുകയും എണ്ണ വില വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഞാനിത് ട്രംപിനെ അറിയിച്ചു. US തീരുമാനം റഷ്യയിൽ മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ വില വർദ്ധിപ്പിക്കാൻ ഇരയാകും. അതുകൊണ്ട് മണ്ടൻ തീരുമാനങ്ങൾ എടുക്കരുത് എന്നാണ് പുടിൻ ട്രംപിന് കൊടുത്ത മുന്നറിയിപ്പ്. പോരാത്തതിന് ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ട് ടോമഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെലൻസ്കിക്ക് ടോമഹോക്ക് മിസൈലുകൾ കൊടുക്കില്ല എന്ന് ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഈ ടോമഹോക്ക് മിസൈലുകൾ അവിടെ രഹസ്യമായി എത്തിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി റഷ്യ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു മിസൈൽ ഇങ്ങോട്ടേക്ക് വന്നാൽ അതിൻ്റെ തിരിച്ചടി അമേരിക്കയ്ക്ക് കൂടെ ആയിരിക്കും ലഭിക്കുക എന്നും പുടിൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.